തൊപ്പി ഫേക്ക് ആണെന്ന് അന്നേ നിങ്ങളോട് എല്ലാരോടും ഞാൻ പറഞ്ഞതാ. എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. ഫ്ലാഷ് ബാക്ക്. നമ്മൾ ശരിക്കും എന്റെ യഥാർത്ഥ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പൊ അവന്റെ എല്ലാ ഉടായ്പും പൊളിഞ്ഞില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണ്. തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഫേക്ക് ആണെന്ന്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. പടച്ചോണ്ടാ മേലെ, പടച്ചോൻ അത് തെളിയിക്കും. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇവൻ ചെയ്യണ സഹായങ്ങളൊക്കെ കളവാണെന്നുള്ളത്. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? എടാ റാംബം നായെ, ഉളുപ്പുണ്ടോ നായ എനക്കൊക്കെ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഉളുപ്പ് വേണ്ടോ? ഉളുപ്പ്. സ്വന്തം അനിയന്റെ പ്രായമുള്ള ആ ചെക്കനെ കൊണ്ടൊക്കെ അന്റെ ജഡ്ഡി കേൾപ്പിക്കാന്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. അതിനേക്കാൾ അന്തസട നായെ ഒരു മുളം കയറെടുത്തിട്ട് തൂങ്ങിച്ചവിടെ പന്നി. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. അന്ന് എന്നെ തെറി വിളിച്ചാലൊക്കെ എവിടെ പോയി? അന്ന് എന്റെ വാപ്പാനെ തെറി വിളിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്റെ വാപ്പാനെ എന്നെ ഷാജാനെന്നാക്കിയത് മക്കളെ. നിങ്ങളെ സ്വന്തം വാപ്പാനെ ആരെങ്കിലും തെറി വിളിച്ചാൽ നിങ്ങൾ വെറുതെ വിടുവോ? ഞാൻ വിടൂല എന്ന് പറഞ്ഞാൽ അതിലൊരു അപ്പീലും ഇല്ല. ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലാടി പുല്ല്. എവിടെടാ തൊപ്പിന്റെ ഫാൻസേരും കാണാല്ല, ഓന്റെ അക്കൗണ്ടും കാണാല്ല. എന്താ ഉറക്കം വരുന്നു? അക്കൗണ്ട് ഡിസേബിൾ ആക്കി വെച്ചടാ. എന്തിനാന്നറിയോ? ഓന്റെ ഫോളോവേഴ്സ് ഇറങ്ങിപ്പോന്ന് പേടിച്ചിട്ട്. തൂക്കിയല്ലോ നാദാ. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്ത ഭയം എനിക്ക് വാണടാ. ഈ ജനങ്ങളെ മൊത്തം പറ്റിച്ചുകൊണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇജ്ജ് അതിനെ അനുഭവിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? നീ ചെയ്ത ഓരോ കാര്യങ്ങളും അത് ഫേക്ക് ആണെന്ന് നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും.